അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകണേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 12-ാം ദിനം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഈ ലോകത്തിൽ ആർക്കും പകരം വയ്ക്കുവാൻ കഴിയാത്ത സൗമ്യതയുടെയും വിനയത്തിൻ്റെയും ഏകഭാവമായിരുന്നു കർത്താവായ യേശുക്രിസ്തു. വിശന്നും ദാഹിച്ചും നിന്നയേറ്റും പല നിലകളിലും വിനയത്തിൻ്റെ ഭാവം പ്രകടമാക്കി. ഏകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടും ഈ ലോകത്തിൽ ഉന്നതനായി ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എങ്കിലും തൻ്റെ ശുശ്രൂഷയിൽ വലിപ്പം ഭാവിക്കാതെ പിതാവായ ദൈവത്തിന് സകല മഹത്വവും നൽകി തന്നെത്താൻ സകലത്തിലും സകലർക്കും മാതൃകയുള്ളവനായി. യേശുവിൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലുടനീളവും വിനയത്തിൻ്റെയും സൗമ്യതയുടെയും ഭാവമായിരുന്നു വെളിപ്പെട്ടത്. ഗുരു തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി മറ്റുള്ളവർക്ക് മാതൃകയായി. നിങ്ങളും ഇങ്ങനെ ചെയ്യുവിൻ എന്ന് ആഹ്വാനം ചെയ്തു. എന്നാൽ നമ്മിൽ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ബലഹീനതകളും അറിവുകേടുകളും പാപസ്വഭാവങ്ങളും ഒക്കെ ഉള്ളവരത്രേ എന്ന് ദൈവം അറിയുന്നു. പ്രിയരെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടിയത്രേ. ക്രിസ്തുവിലൂടെ നമ്മിൽ വ്യാപരിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മെ നേർവഴി നടത്തുകയും ജഡീക മോഹങ്ങളിൽ നിന്ന് പാപചിന്തകളിൽ നിന്നും നമ്മെ വേർതിരിച്ച് ജീവനെയും ആത്മാവിനെയും സംരക്ഷിക്കുന്നു. അതിലൂടെ ആത്മീയ ഫലങ്ങൾ നമ്മിലൂടെ പുറപ്പെടുവിക്കുകയും ജീവിതം ആനന്ദകരമായി നയിക്കുവാനും ഇടയായിത്തീരും. അങ്ങനെ ഈ നോമ്പ് നാളുകളിൽ സൗമ്യതയോടും വിവേകത്തോടും ജ്ഞാനത്തോടും ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.